ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അപ്പൊ ഞാനിപ്പം ഇങ്ങനെ കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. എടേ എവിടെ തുടങ്ങിയ പ്രശ്നം ഇപ്പൊ എവിടെ പോയി ഇടിച്ചിരിക്കണ്? സത്യം പറഞ്ഞ രേണുവിന്റെ കാര്യങ്ങൾ കാണുന്നു. കോമഡിയാണ്. ചിരിക്കാണ്ട് കാണാൻ പറ്റുന്നില്ലടേ. ഇത് ഈ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയത്തില്ലേ? ഇപ്പം വേറെ വഴിയില്ല. കിച്ചു എന്തായാലും എല്ലാം തുറന്നു പറഞ്ഞ് തേഞ്ഞൊട്ടിരിക്കുന്നത്. 20% അവൻ പറഞ്ഞപ്പോൾ തന്നെ രേണു ഇത്രയും കിടന്ന് വെപ്രാളത്തോടെ കിടന്ന് പേക്കൂത്ത് ഓടുന്നു. ഇനി ബാക്കി 80 കൂടി അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നാട്ടുകാർ മൊത്തം ഒക്കെ എതിരെ തിരിഞ്ഞതുകൊണ്ട് ആശാത്തി കിടന്നങ്ങ് ഉരുളുക. പെരണ്ട് ഉരുണ്ട് എവിടെ കൂടിയൊക്കെ മറിഞ്ഞ് വെളുപ്പിച്ചെടുക്കാൻ നോക്കാൻ പറ്റും. മാക്സിമം ട്രൈ ചെയ്യുന്നു. അതുപോലെ ഏതൊക്കെയോ പുതിയ കുറെ സാധനങ്ങളൊക്കെ പുതുതായിട്ട് പൊട്ടി മുളച്ചു വന്ന് രേണുവിനെ അങ്ങോട്ട് വെളുപ്പിക്കുക. ഇട്ട് തേച്ച് ഉരച്ച് ചകിരി എടുത്ത് വെച്ച് തേച്ചിട്ടും വെളുക്കണില്ല. പാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട്. ഇവളെല്ലാത്തിനെയും പിടിച്ച് ഇൻസ്റ്റയിൽ കൊളാവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് കിടന്ന് വെളുപ്പിക്കുക. ഇങ്ങ മറ്റേ ആനയെ തേച്ച് കുളിപ്പിക്കുന്ന പോലെ കിട്ടുന്നങ്ങോട്ട് വെളുപ്പിക്കുക. പക്ഷെ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി പറഞ്ഞതുപോലെ തേഞ്ഞൊട്ടി. ചില കമന്റ്സിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബിഷപ്പിന്റെ ശാപവും കൂടിയാണെന്നുള്ളൊരു കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ അത് ആവാം. എന്തായാലും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പല വട്ടം, കിച്ചു വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് എന്നെ ചീത്ത വിളിച്ചവരെല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞത് ഓർക്കുന്നു എന്ന് പറയുന്നു. അന്ന് കുറെ പേരൊക്കെ വിചാരിച്ച് ഞാൻ ചുമ്മാ വന്നിട്ട് വായ്ത്താളം അടിച്ച് തള്ളി മറിക്കുന്നതാണ്. അല്ല, എല്ലാം പറഞ്ഞിട്ടും കേട്ടിട്ടും കണ്ടിട്ടും തന്നെയാണ് സംസാരിച്ചത്. ഓക്കെ, അങ്ങനെ ഇപ്പം മൂഞ്ചിക്കുത്തി ഇരിക്കുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതായത് കിച്ചുവിനുള്ള മറുപടി കൊടുക്കുന്നില്ല. കാരണം കിച്ചുവിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും തേഞ്ഞോട്ട്. കാരണം അവൻ ബാക്കിയും കൂടി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂഞ്ചി ഖതം ആ അവസ്ഥയാണ്. അതുകൊണ്ട് ആർക്കൊക്കെ ഏതൊക്കെ കൂടിയൊക്കെ എവിടെ കൂടിയൊക്കെ ഇട്ട് മറുപടി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്തായാലും മറുപടികൾ നമുക്ക് ഒരു അരുവേന്ന് തുടങ്ങാം. വേറൊന്നുമില്ല, ആദ്യം തന്നെ നമ്മുടെ ഫിറോസ് KHDC ഉണ്ടല്ലോ, അതായത് ഇവർക്ക് വീട് വെച്ച് കൊടുത്ത സംഘടന, ആ സംഘടനയിലെ ഫിറോസ് ഭായിക്കെതിരെ ഇവള് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫിറോസ് ഭായിയുടെ പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. ആദ്യം ഇവള് പറയുന്നത് കേട്ടല്ലേ നമുക്കൊരു ഗുമ്മളു. എന്തായാലും തുടങ്ങി വീടിനടുത്ത് ഉരുണ്ട് നീ ഇത്രയും പെരളെന്ന് കാണാൻ ഒരു രസമാണ്. ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. നീ ഇങ്ങനെ മുഞ്ചു കുത്തിയിരിക്കുമ്പോൾ എല്ലാവരും ഇറങ്ങും. കാരണം നീ ദ്രോഹിച്ച ഒരുപാട് ആൾക്കാരിൽ പെട്ടിട്ടുള്ള ലിസ്റ്റിലുള്ള ഒരാളാണ് ഈ ഫിറോസ് KHDC. എന്തുകൊണ്ടാ? അങ്ങേര് നല്ലൊരു വീട് വെച്ച് വന്നപ്പോൾ നിനക്ക് ചോർന്ന് ഒലിക്കാണ്. അതോടെ മുഞ്ചി അങ്ങേര് അടിച്ചുണ്ടാക്കി തന്നെ. അങ്ങേര് പിന്നെ അവസാനം കിട്ടിയാൽ മുതലാക്കാതിരിക്കുവോ? അതേപോലെ തന്നെ ഇനി മറുനാടനും കൂടി നിനക്കിട്ട് താങ്ങണം. അതായത് ഈ ഒരു കിച്ചുവിന്റെ വിഷയം വന്നപ്പോൾ മറുനാടനും ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, നന്നാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാണ്ട് നിനക്കൊന്ന് കിട്ടണം. കാരണം മതിൽ വയ്ക്കാൻ പൈസ തന്ന മറുനാടനെതിരെ വരെ നീ നിന്റെ തന്തയും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വേറെ ആരൊക്കെ രംഗത്ത് വരാണ്ട്? ബിഷപ്പ് ഇതുവരെ കണ്ടില്ല. ബിഷപ്പിനാണ് ഞാൻ വെയിറ്റിംഗ്. ബിഷപ്പും കൂടി എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഇടണം കേട്ടോ ഈ കിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം ഫിറോസ് ഭായിയൊക്കെ വന്നിട്ട് നല്ലപോലെ അടിച്ച് അണ്ണായി കൂടി തേറി കയറ്റി വിട്ടുന്നതിന്റെ സങ്കടമാണ് ഈ കാണുന്നത്. ഓഹോ, താൻ ഒന്ന് നിർത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ഞാൻ വിട്ടത്. അല്ലെങ്കിൽ തന്നെ ഞാൻ മൂക്കിന്റെ വഴി കയറ്റിയിട്ട് വഴി വിട്ടാണ്. എന്ത് വേണേ ഇവളെ പറച്ചിൽ കേട്ടി ഞാൻ തോന്നും ഫിറോസ് ഭായിയെ കുറിച്ചിട്ട് എന്തോ ഞെട്ടിക്കുന്ന സാധനം ഇവളുടെ കയ്യിലുണ്ട്. ഫിറോസ് ഭായ് എന്തോ ഇവളുടെ അടുത്ത് മോശമായിട്ട് ചാറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള സാധനമാണ് ഇവൾ പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് കണക്ട് ആവുന്നത്. പക്ഷെ അങ്ങേർക്ക് ഇത്രയും ദാരിദ്ര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിനേക്കാളും നല്ലത് അങ്ങേര് വല്ല പൈസയും കൊടുത്ത് വല്ല അട്ടി അടിക്കാനും പോകുന്നതായിരിക്കും ബെറ്റർ. ഇതിന്റെ അടുത്തൊക്കെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാം. മണിക്ക് ഞാൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞോന്ന്. ഇങ്ങനെയാണ് നീ കുറെ വെള്ളവും കുടിച്ച് തുഴഞ്ഞ് തന്നെ പോവും രണാസുന. ഇങ്ങനെയാണെങ്കിൽ ഫിറോസ് ഭായിക്കെതിരെ ഞാൻ കട്ടയ്ക്ക് ഇറങ്ങുന്നാണ് രണാസുന പറയുന്നത്. പറയടി, നീ ഇറങ്ങടി മുത്തേ, നീ ഇറങ്ങണം മുത്തേ. പറ. ഓ നില്ല്. ഇനി വീഡിയോ ചെയ്യുമ്പോ ഫോൺ ഒന്ന് ഫ്ലൈറ്റ് മോഡിൽ ഇടണം. കാരണം എന്തെന്ന് പറയുമ്പോ വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ അപ്പുറത്ത് ഇരുത്തിയിട്ട് ഒരാളെ ഇരുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക കേട്ടോ, ഞാൻ ഇത്തരം തിരക്കാണ് ബിസിയാണെന്ന് നാട്ടുകാർ വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ വിളിപ്പിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഇരിപ്പോശം കണ്ടിട്ട് എനിക്ക് അതിനെ തോന്നുന്നു, ഞാൻ ഇത്രയും തിരക്കുള്ളൊരു പോപ്പുലർ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാത്രം നിനക്ക് പറവറാന്ന് കോൾ. ഇനി മുതൽ വീഡിയോ ആകുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടിരുന്ന് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ കോൾ വരില്ലല്ലോ. എന്നാ പട്ടി ഷോയടാ കാണിക്കുന്നത്. ഞാനിതാ ഇവിടെ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് എവിടെ നിന്നാണ് വിളി വരുന്നതെന്ന്. അതുകൊണ്ട് നമ്മളത്ര തിരക്കൊന്നും ഇല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ബജാജിൽ നിന്ന് IDFC നിന്നൊക്കെ എനിക്ക് വിളി വരും. അതുകൊണ്ട് എവിടെ നിന്നാണ് എപ്പോൾ വിളി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്.
വീട് കൊടുക്കാൻ പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ നമ്മുടെ കഴിഞ്ഞ പ്രശ്നമാണ്. അങ്ങനെ കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞിട്ട് വിടാൻ പറ്റത്തില്ലല്ലോ. നീ അത്രയ്ക്ക് അവരെ നാറ്റിച്ചില്ലേടി, ആ സംഘടനയെ മൊത്തം നാറ്റിച്ചില്ലേടി. പ്രത്യേകിച്ച് ഫിറോസ് ഭായി സെപ്പറേറ്റ് നീ നാറ്റിച്ചില്ലേ. പിന്നെ നീ എന്തിനാണ് അതൊക്കെ കഴിഞ്ഞ സംഭവമല്ലേ എന്ന്. നിനക്ക് ചോർച്ച, നിനക്കും ഞാൻ പഴയതിലോട്ട് പോയി എന്റെ കുന്തളിപ്പ്. എന്റെ കരച്ചിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതല്? നീ പറയുന്നതിന് മുന്നേ നില്ല നീ പറയാൻ പറ്റ്. നീ പറയുന്നതിന് മുന്നേ നിന്റെ കരച്ചില് നാടകം തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. 1010% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. 100ന് 1010%. അമ്മാതിരി നാടകമായിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കിച്ചു ഇവക്കെതിരെ വീഡിയോ അടിച്ച് ഇവള് ഏറിക്കയറി മൂഞ്ചി തിരിഞ്ഞെന്ന് മനസ്സിലാക്കി ഇവളെന്ത് ചെയ്ത് നേരെ അയ്യോ ഫേസ്ബുക്കിലെ അമ്മാവന്മാരെ കമന്റ് എനിക്ക് പറ്റുന്നില്ല ഈ സെറ്റപ്പിലുള്ള അടിച്ച് അതും മൂഞ്ചി നാട്ടുകാർ വീണ്ടും ഏറെ കയറ്റി വിട്ട് അടുത്ത് വന്നിട്ട് വീണ്ടും കരച്ചിൽ വീഡിയോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പ്രൊമോഷൻ, പിന്നെ മെമ്പർഷിപ്പിൻ്റെ ഇടയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി. അവസാനം സഫീനക്കെതിരെയും വീഡിയോ വന്നിട്ട് മാസ് പുഷ്പ കാണിക്കുന്നുണ്ട്. നീ എന്ത് യാതൊരു എത്തുമെന്ന് നമുക്ക് നല്ല ഓണം അറിയാം. കൂടുതൽ അങ്ങോട്ട് കിടന്ന് തിളയ്ക്കേണ്ട. ഇപ്പം പിരിവെട്ടി നിൽക്കുകയാണ്. കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല. നീ എനക്കറിയാം നീ മൂഞ്ചിയെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇങ്ങനെ നിനക്ക് കിടന്ന് ഊരുക വീണെടുക്കണം. അല്ലാണ്ട് വേറൊരു തേങ്ങ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓ ആണ് എന്റെ കരച്ചിലെ നാടകീയതയാണ് താൻ പറഞ്ഞല്ലോ. ഇനി എന്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറ ബാക്കി എന്തൊക്കെയാ. ഞാൻ ഇടാം പോസ്റ്റ്. ഞാൻ ഒരു 10 കൂടി ഇടാം. എന്തെങ്കിലുമൊക്കെ പറ. ഇങ്ങനെ വെറുതെ വിടാതെ രേണു. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ നമുക്ക് നീ പറയുന്നല്ലോ കോണ്ടന്റ് കിട്ടത്തുള്ളൂ. എന്ത് കിട്ടത്തുള്ളൂ? കോണ്ടന്റ്. അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ വെറുതെ ഇരിക്കരുത്. അതൊരു രസമുള്ള പരിപാടിയല്ല. നീ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിലും നമുക്കൊരു കോണ്ടാക്ട് കിട്ടത്തുള്ള ഒരു ഗുമ്മുള്ളൂ. തന്നോട് മാത്രമുള്ള വാണിംഗ് ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. നില്ല അതെന്താ ഫിറോസ് ഭായിയുടെ അടുത്ത് മാത്രം ഒരു വാണിംഗ്? നമുക്കൊന്നും ഇല്ലേ വാണിംഗ്? അതെന്താ ഫിറോസ് ഭായിയുടെ അടുത്ത് നിനക്കൊരു വാണിംഗ്? ഓ അപ്പൊ KHDC തങ്ങൾക്കൊരു വാണിംഗ് ആയിട്ടാണ്, ഫിറോസ് ഭായിക്ക് ഒരു വാണിംഗ് ആയിട്ടാണ് രണാസുനെ രംഗത്തെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. എന്തായാലും വാണിങ്ങിന് എന്താണ് ഇത്രയും പേര് പറഞ്ഞിട്ട് ഫിറോസ് ഭായിക്ക് മാത്രം ഒരു വാണിംഗ്. അപ്പൊ ആ പോസ്റ്റ് നമുക്ക് നോക്കാം. ഏത് ഫിറോസ് ഭായിയുടെ പോസ്റ്റ്? എന്തായാലും കൊള്ളാം. ഫിറോസ് KHDC ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഇവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരു വീട് നൽകുക എന്നത്. സത്യം മികച്ച തീരുമാനമായിരുന്നു. മികച്ച പൊട്ട തീരുമാനമായിരുന്നു. അതുകൊണ്ട് എന്ത് നേടിയെന്ന് ആർക്കും ഇന്നറിയില്ല. സത്യം ചീത്തപ്പേര് മാത്രം കിട്ടി. ചീത്തപ്പേര് കിട്ടി. ചെയ്യേ മനസമാധാനം പോയി. വർക്കുകൾ കുറഞ്ഞു. കുറെ പേർ കളിയാക്കി. കുറെ പേർ തെറി വിളിച്ചു. 1ഉം 2ഉം തവണ പരാതിക്കാരനായി പോലീസ് സ്റ്റേഷനിൽ കയറി. ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി. ഫാമിലി ലൈഫിൽ സ്വസ്ഥത വരെ പോയി. ഒരു വീട് വെച്ചു കൊടുത്തത് അതും പൈസ വാങ്ങിയിട്ട് ഇതല്ല, സംഘടനാപരമായിട്ട് സഹായത്തിലൂടെ ഒരു വീട് വെച്ചു കൊടുത്തത്. അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളാണ്. ചീത്തപ്പേര്, മാനഹാനി, ധനനഷ്ടം, സുഹൃത്തുക്കൾ പോയി, കുടുംബത്തിൽ ഒരു അസ്വസ്ഥത. ഇതാണ് അവസ്ഥ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല, പറയാനുള്ളതാണ് അതിഭീകരം. അതെ, അവൻ പറഞ്ഞ 20% ഇപ്പൊ കേട്ടിട്ടുള്ളത്. ഇനി ബാക്കി 80 കിടക്കണം. അതും കൂടി പറയുമ്പോൾ ഇവളെ നിന്നെടുത്തൊന്ന് ഉരുവി മാഞ്ഞു പോകും. സത്യം ഉള്ള കാര്യം പറയാമല്ലോ. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. സത്യം 100ക്ക് 110,510% ഉറപ്പ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ ചില നിമിഷങ്ങൾ മാത്രമായാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കഥാപാത്രം എല്ലാം കുളം തോണ്ടിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അഭിനയിക്കാൻ അവർക്ക് അറിയത്തില്ല. പക്ഷെ ജീവിതത്തിൽ ഇവള് നല്ലോണം അഭിനയിക്കുന്നുണ്ട്. അല്ല, സ്ക്രീനിൽ അഭിനയിക്കാൻ അറിയത്തില്ല. പിന്നെ കുറെ വാഞ്ഞ ആൽബം, കുറെ അതും ഇതൊക്കെ ദാസപ്പനും പ്രജീഷൂട്ടനും ഒക്കെ വന്നിരുന്ന് എടുത്തിട്ട് കറക്കുന്ന കുറെ അപരാധ വീഡിയോകൾ. ഇതെല്ലാം ഒരു അഭിനയമാണ്. ഇതിനൊന്നും അഭിനയമൊന്നും പോലും പറയാൻ പറ്റത്തില്ല. പിന്നെ അല്ലാണ്ട് അടുത്ത് ഇതാര്? ഇതൊക്കെ എവിടെ നിന്നാ വന്നേ? അപ്പൊ ഞാനിപ്പം ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു റിയാക്ഷൻ, അതിന്റെ ഫുൾ മതി പൊക്കോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അതിനിപ്പോ ഫുൾ റിയാക്ഷൻ ഒന്നും കണ്ടുവിടെ സമയങ്ങളെ എനിക്ക് സമയമില്ല. എന്തായാലും വലിഞ്ഞ ഇടയിൽ കൂടി കയറി വന്ന സ്ഥിതിക്ക് ഞാൻ കയറ്റി വിട്ടെന്നുള്ളൂ. പൊട്ട് എന്തായാലും ഇതിനൊന്നും മൈൻഡ് ചെയ്യാൻ എനിക്കിവിടെ സമയമില്ല. സീരിയസ്ലി കുറച്ച് പേരൊക്കെ എനിക്ക് ഇവരുടെ വീഡിയോ അയച്ചു തന്നിട്ട് കണ്ടുവിടാന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. ഇതിനെയൊന്നും നമുക്ക് പറ്റി സംസാരിക്കാനുള്ള ഒരു ഇതുപോലുമില്ല. എന്തോ എവിടെ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട്, എന്തൊക്കെയോ കുറെ സമരങ്ങളുമായിട്ട് റോട്ടി ഇറങ്ങി നടക്കും. ഇതൊക്കെയാണ്. ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാനാണ്? ഇത് എനിക്കിനി അയച്ചു തരരുത്. ഇതിന്റെ വീഡിയോ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനത്തെ പറ്റിയിട്ട് ഞാൻ എന്ത് പറയാനാ? ഇതിനൊക്കെ കണക്കിലെടുത്തിട്ടില്ല. ഇതെന്തിനാ ഇതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നേ? ഇതിനൊക്കെ എന്തിനാ നമ്മൾ കണക്കിലെടുക്കുന്നേ? നമുക്ക് നമ്മുടെ രണോസനല്ലേ ഓടി മുത്തേ നീ പറയടി.
ഇത്രയും കാലം വലിയ കാര്യങ്ങൾ വിട്ടോണ്ടിരുന്നു. ഇനി ഒരു കുഞ്ഞു കാര്യം രണാസുനെ പറയാൻ പോകാൻ സുഹൃത്തുക്കളെ എല്ലാം ചെവി കോർത്തിരുന്നു. പിന്നെ ഞാനടി തുടങ്ങി വെച്ചത്, എല്ലാം ഞാനടി തുടങ്ങി വെച്ചത്, നീ ആയിട്ടല്ല, എല്ലാം ഞാൻ കൊണ്ട് തുടങ്ങി വെച്ചത്. കാണിക്കുന്ന കാട്ടാപ്പുകളും കണ്ണന്തിരിവുകളും എല്ലാം നാട്ടുകാർ അറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ കൊണക്കാനുള്ള സ്ഥലമല്ലെന്ന് ഉരുളുക പെട്ട് മനസ്സിലായി, മൂഞ്ചിയെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ എങ്ങനെ ഇതിന്ന് ഞാനൊന്ന് സേഫ് ആവും? എന്നെ വിളിക്കുക, എന്നെ കോൾ ചെയ്യും രേണുസുതി, എന്നെ കോൾ ചെയ്തിട്ട് രേണുസുതി ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം ഇതിനുള്ള മാർഗ്ഗം, നിന്നെ സേഫ് ആക്കാനും രക്ഷപ്പെടുത്താനും ഞാൻ മാർഗ്ഗം പറഞ്ഞുതരാം. നീ ഈ സോഷ്യൽ മീഡിയ മൊത്തം വെളുക്കുന്ന രീതിയിലുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എന്നെ വിളിക്കണേ മറക്കരുത്. എന്നെ വിളിക്കേണ്ട നമ്പർ എനിക്കറിയാമല്ലോ, ആ നമ്പറിലൊന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം നിന്നെ എങ്ങനെ വിളിപ്പിക്കണം, കേട്ടാ? അല്ലെങ്കിൽ നീ ആവശ്യമായിട്ട് കയറി പോയിക്കോട്ട്. നീയല്ലേ ആദ്യത്തെ ഒരു വീഡിയോ, രണ്ടാമത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഏത്? ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് നിൽക്കത്തില്ലെന്ന്. നീ പറയണേ, നീ പറഞ്ഞിട്ട് വേണം ബാക്കി അവന് പറയാം. അതും കൂടി ആവുമ്പോൾ കഥം ആ ഒരു അവസ്ഥയിലോട്ട് പോകും. നീ ഇവിടെ ഒന്നും തുടങ്ങി വെച്ചിട്ടില്ല. നീ തുടങ്ങി വെച്ചിരുന്നെങ്കിൽ പൂർത്തീകരിക്കാനായിട്ട് നല്ല കാര്യങ്ങളല്ലേ നീ ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ അമ്മച്ചിയാണെ കാലാവാരി കാലാല കൊല കല കല. അത് ന്യായം. അതായത് എടി ആരൊക്കെ എന്തൊക്കെ ഒന്ന് പറഞ്ഞാലും നീ നിന്റെ മകനെ പോലെ കാണുന്നു എന്നല്ലേ പറയുന്നത്. നാടകമാണെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും വെളിവുണ്ടായിരുന്നെങ്കിൽ നീ മോനെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അഭിനയിച്ച് നടക്കുന്ന കിച്ചുവല്ല അഭിനയിച്ച് നടക്കുന്ന നീ എന്തായാലും നീ മോനെന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം പാസം വാരി വെതറുന്നുണ്ടല്ലോ. എടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നീ ആ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുമോ? ഇത്ര വിവരക്കേടേ നിനക്കുള്ളൂ? ഇത്ര വിവരക്കേടേ നിനക്കുള്ളൂ? ശേ, എന്തുവാടെ വിവരമില്ല, അതുകൊണ്ട് ഇനി വിവരക്കേടെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ? മക്കളുടെ തുല്യ സ്ഥാനത്ത് നിൽക്കുന്ന ആളിന് അയച്ചു കൊടുത്തിട്ടുള്ളൂ, അതും ചെലവിനെന്ന് പറഞ്ഞ് നീ അയച്ചു കൊടുത്തത് വെറും നക്കാപ്പിച്ച. നീ പറയുന്നതായിട്ട് ഞാൻ കോടികൾ അയച്ചു കൊടുത്ത പോലെയാണ്. നക്കാപ്പിച്ച് അയച്ചു കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നീ ഡയറക്റ്റ്ലി വിടാതെ നിന്റെ സുഹൃത്തുക്കളെ വഴി പുറത്ത് വിട്ടിട്ടുള്ള ഉളുപ്പില്ലാത്തൊരു സ്ത്രീയാണ് നീ. എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? ചൂണ്ടിക്കാണിക്കാൻ ഒരു ക്വാളിറ്റി കാണിക്കും. ഞാൻ മുട്ട അടിച്ച് അവിടെ മാറിയിരിക്കുക, ഒരു ക്വാളിറ്റി നീ ചൂണ്ടിക്കാണിക്കും ഇല്ല. നിനക്കൊന്നുമില്ല. ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നിനക്കില്ല. അത് എവിടെ കൂടി നിനക്ക് തീണ്ടിയിട്ടില്ല. നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സീറോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു. അങ്ങനെ കത്തി ഇതാണ് മുഞ്ചി. ഇനി ബാക്കി ഒരു 10% കൂടി അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ ഇല്ല. ഉള്ള കാര്യം പറയാമല്ലോ. അവൻ വാ തുറക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും, കേട്ടാ? അതാണ് നിനക്കിനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ മറക്കില്ല. നീ തീർന്ന് എങ്കിലും ഇങ്ങനെ നിൽക്കും. പക്ഷെ ബാക്കിയും കൂടി വാ തുറന്നു കഴിഞ്ഞാൽ മൂഞ്ചിന്ന് കൂട്ടിയാതിരിയാണ്. പിന്നെ നിനക്ക് നിലനിൽപ്പും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. നീ അതോടെ കഥം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പം വന്നിരിക്കുന്നു, ഞാനല്ല സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഫാമിലി പ്രശ്നങ്ങൾ ഫാമിലി തീർക്കാതെ. പിന്നെ ആദ്യമേ തീർക്കാത്തുണ്ട്. പയ്യനെ നോക്കാതെ തിരിഞ്ഞു നോക്കാണ്ട് നിന്നിട്ട് അവന് പൈസ കൊടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ട് ന്യായീകരിക്കണം. നീ നിനക്ക് ഇല്ല സോറി മറന്നു. പിന്നെ ഞാനാടി എല്ലാം തുടങ്ങി വെച്ചത് കൊച്ചു കള്ളി. ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ അവർ പെട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വരുമായിരുന്നു. സത്യം, മനസ്സാവാച കർമ്മനെ അറിയാതെ ഇതെല്ലാം എൻ്റെ നെഞ്ചത്ത് വന്നേനെ, ഇതെല്ലാം ഞാൻ നേരിടേണ്ടി വന്നേനെ, എല്ലാം അതിൽ ലോക്സ് ചെയ്തെന്ന് പറയാം. അതാണ് ഇവള്. അല്ലെങ്കിൽ പിന്നെ അങ്ങേരെ മലത്തി തന്നെ. അങ്ങേരെ കുറിച്ചിട്ട് കൂടുതൽ വിളമ്പാൻ നിൽക്കണ്ട. ഞാനന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ അതിന് തനിക്കെന്താ ഈ ലെവലിൽ സംസാരിച്ച തങ്കം ചേട്ടനില്ല, ഞാൻ മറക്കൂല. എനിക്ക് ആ ഒരു ഇമേജ് ഇപ്പോഴും മനസ്സിലുണ്ട്. എല്ലാവർക്കും ചിരി വന്നു, പോലീസുകാർക്കും ചിരി വന്നു, എനിക്കും ചിരി വന്നിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിന് തനിക്കെന്താ എനിക്കൊന്നുമില്ല, അതിന് തനിക്കെന്താ. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോലെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടന്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടന്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ ജീവിച്ചിരുന്നപ്പോഴേ സുധിച്ചേട്ടനെ കാണത്തില്ല, സുധിച്ചേട്ടനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്നിട്ടാണ് ഇനി മരിച്ചതിന് ശേഷം ഒന്ന് പാടെ എണീച്ച് ചുമ്മാ തള്ളി മറിക്കാതെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടന്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റൊന്നും നോക്കിയിട്ടില്ല. പപ്പ അല്ലെങ്കിലും കൊച്ചു കള്ളനെ ഒന്നടിച്ചു വേണ്ട നോക്കില്ല, കൊച്ചു കള്ളനെ. മോൾ എന്ത് അപരാധം ചെയ്താലും പൈസ കൊണ്ടുവന്നാൽ മതി, പപ്പ ഹാപ്പിയാണ്. എന്നാ പപ്പ ഇതുപോലത്തെ ഒരു പപ്പയെ കിട്ടും, പാട്ടെ പപ്പ. അല്ലെങ്കിൽ തന്നെ മോള് കാട്ടിക്കൂട്ടിയിട്ടുള്ള കാട്ടപരാധങ്ങളുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വാദിക്കാൻ വന്ന അപ്പൻ വന്ന് ഊക്കം വാങ്ങിച്ചോണ്ട് തിരിച്ച് വീട്ടിൽ പോയി. പാവം.
എന്ത് ചെയ്യാൻ? തങ്കച്ചേട്ടൻ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ബുൾട്ടോസർ എന്ന് പറഞ്ഞ് വിളിക്കും. അതുപോലെ തന്നെ മറ്റേ വീട് ചൊറണ്ടി ഇളക്കുന്നത്, ഇങ്ങനെ കുറച്ച് സീനുകൾ എനിക്ക് തങ്കച്ചേട്ടനെ പെട്ടെന്ന് ഓർമ്മ വരും. ഒരു സകലകല വല്ലഭനാണ് തങ്കച്ചേട്ടൻ. ഇതുവരെ പോയില്ലേ, മാറിയില്ലേ? അടുത്ത് ആ കരച്ചിൽ കാണാൻ പോയി രേണുസുധിയുടെ വീഡിയോ കണ്ട് വിങ്ങിപ്പൊട്ടി അഭിലാഷ്. ഈ മരാമോണ്ണ ഉണ്ടല്ലോ, ഇവനെ ആര് കണ്ടാലും കാണുന്നിടത്തിട്ട് പിടിച്ച് ഉരയ്ക്കണം കേട്ടാ. എനിക്കിവനെ കാണുമ്പോൾ ചൊറിഞ്ഞു വരും. എന്തെന്ന് എനിക്കറിഞ്ഞോ, എനിക്കിവനെ കാണുമ്പോൾ ചൊറിഞ്ഞു വരും. ദേഷ്യ വാ. അയ്യേ, ഇവന്റെ തന്തയ്ക്ക് വിളിക്കുന്നില്ല, പോട്ടെ. പറയാനായിട്ട് അവന്റെ കുഞ്ഞമ്മയുടെ മോളെ തെറി വിളിച്ച പോലെയാണ് അവന്റെ കരച്ചിട്ട്. എടാ നാറി, നിനക്ക് നാണമില്ലടാ. AJP യൂണിവേഴ്സ് ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലെ അപരാധം കാണിച്ച് ജീവിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലടാ കാട്ടുമണ്ണെ. നീ എന്തൊക്കെ അപരാധം കാണിക്കുന്നത്? യാവളെയൊക്കെ കൊണ്ടുവന്ന് അപരാധങ്ങൾ, അപരാധി മോനെ, എന്നിട്ട് നീ അപരാധം പറയുന്നു. ഇവനെന്ത് തൂറാൻ മുട്ടിയിട്ട് തൂറാത്ത പോലെ ഇരിക്കുന്നവൻ. അമ്മാതിരി കരച്ചില്. നിന്റെ അച്ഛൻ്റെ മോളൊന്നുമില്ലല്ലേ നമ്മളെ കൂടെ പുറപ്പിനെ പോലെ എന്ന് പറയാം. അച്ഛൻ്റെ മോളെ പോലെയാണ് അവൻ പറയുന്നത്. എനിക്ക് പോടാ. ഇനി ഇപ്പൊ പിന്നെ നാട്ടുകാരൻ നിന്നെ പിടിച്ചിന് വയ്ക്കണം. തെറിയും കാര്യങ്ങളും കേൾക്കാൻ പറ്റില്ല. ഇറങ്ങി പോടാ നാറി. കുറെ അപരാധി എവിടെ കിടന്ന അപരാധികളെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് കുറെ അപരാധങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്ന പേക്കൂത്ത് കണ്ട ടോകളെയും പിടിച്ചുകൊണ്ട് വന്ന് കിടന്ന് വീഡിയോകൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ നാറാണത്താക്കുന്നത്. നിന്നെയൊക്കെ പോലെയുള്ള കാട്ടപരാധി മക്കളെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് ഈ പറയുന്ന സാധനം ഉണ്ടോ? അമ്മയും പെങ്ങന്മാര് നിനക്ക് നാണോണ്ടോ? പറയാൻ നാറി. നിനക്ക് അമ്മയും പെങ്ങളും ഉണ്ടടാ നാറി. നിന്റെ അപരാധ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരുന്നതും പോരാ നിനക്ക് അമ്മയും പെങ്ങളും ഉണ്ടോ? നിനക്ക് ഞാൻ തന്തയ്ക്ക് വിളിപ്പിക്കില്ല എന്നെ കൊണ്ട്. ഞാൻ ഇവിടെ ജോലിക്ക് ആൾക്കാരിക്കുന്നു, അല്ലെങ്കിൽ പച്ച തെറി വിളിച്ചു തരുമെന്നാണ് കുറച്ച് വോയിസ് ചെയ്യാൻ കുറച്ച് പറയുന്നത്. എടാ പോടാ നേരം. വിൽക്കായിരുന്നു തോന്നുന്നു. കരിവാണ് തന്തയ്ക്ക് വിളിപ്പിക്കല്ലടാ, എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലടാ. ഞാൻ സീരിയസ്ലി പറയാം, തന്തയ്ക്ക് വിളിപ്പിക്കരുത്. എന്തിനാണ് നീ വെറുതെ എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്നത്? നിന്നെയൊക്കെ പോലുള്ള കാട്ടപരാധി മക്കളെല്ലാം കൂടി ചേർന്ന് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിനക്കൊക്കെ ചുണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനൊക്കെ ആണെങ്കിൽ നീയൊക്കെ ആ കിച്ചു അവൻ്റെ കുഞ്ഞുനാളിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമയെ പറ്റിയിട്ട് സംസാരിക്കും. ഇപ്പം അവളെ മൂടും താങ്ങി നടന്ന് എല്ലാം കൂടി അവളായിട്ട് വെളുപ്പിക്കുന്നുണ്ടല്ലോ. കുറേ അപരാധികൾ ഏതൊക്കെ പുതിയതൊക്കെ പൊട്ടി മുളച്ച് വരുന്നുണ്ട്, ഏതൊക്കെ പഞ്ചായത്തിൽ നിന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം കൂടി വന്നിട്ട് അങ്ങ് വെളുപ്പിക്കുക. പറ്റുവാണെങ്കിൽ കുട്ടിക്കാലത്ത് കിച്ചു അനുഭവിച്ചിട്ടുള്ള ആ ഒരു ട്രോമയെ പറ്റിയിട്ട് സംസാരിക്കും. വേറൊരുത്തം വന്നിരുന്നു, മറ്റേ മണിനാഥം ജാസി വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്തോന്ന് സുധിച്ചേട്ടൻ്റെ മൂന്നാമത്തെ കൊച്ചാണ് രേണുസുധി. എന്തൊക്കെയാണ് വന്നിരുന്നു പറയുന്നത്. അങ്ങനെ ഒരു അപരാധി. ഇതെല്ലാം എവിടെ നടാ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടം, പരമ കഷ്ടം. നല്ല സർവീസാണ്, അടിപൊളി സർവീസ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ദുബായിൽ എപ്പം വന്നാലും എനിക്ക് സ്മിത ചേച്ചിയുടെ റോസസ് ഡ്യൂവിൽ വരാം. ദുബായിൽ എപ്പോൾ വന്നാലും ഞാൻ സ്മിത ചേച്ചിയുടെ റോസസിൽ വരും. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവള് ഡെയിലി അവിടെ പറ്റിട്ടവളാണ്. എങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിയും കയറി കുട പിടിക്കുമെന്ന് പറയുന്നത് എന്തുമാത്രം സത്യം എന്ന് അറിയാമോ? കാരണം അങ്ങനെ അല്പന ഐശ്വര്യം കിട്ടിയതാണ് ഇവർക്ക് ഐശ്വര്യം കിട്ടിയത്. അങ്ങനെയാണ് ഇവള് ദുബായിലോട്ട് പോയത്. എന്നിട്ട് തള്ളി മറിച്ച് ആ ഒരു അല്പത്തനം കാണിക്കുന്നുണ്ട്. അഖിൽമാര 2.0 ഇല്ല, നീയാണ് ഫസ്റ്റ്, അവൻ 2.0. അതെനിക്ക് പോകാൻ പറ്റത്തില്ല. അത്ര എന്താ പറയാ, എനിക്ക് അടുത്ത ബന്ധമാണ്. അപ്പം നിങ്ങളും എല്ലാവരുമായിട്ട് അതുപോലെ ചേച്ചി എന്റെ എന്താ പറയാ, എന്റെ സിസ്റ്ററാണ്. മതി നിന്റെ തള്ളുകയൊക്കെ എനിക്കിനി വയ്യ. ഞാനൊരു പോസ്റ്റ് വായിക്കാം. ഇവളെ ഇതിൽ തന്നെ സ്റ്റോറിയിൽ ഞാൻ കണ്ടതാണ്. MN ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഋതുരാജ്, അതായത് ഋതപ്പനാണ് ആ ഫോട്ടോയിലുള്ളത്. എന്ന ഋതപ്പൻ സുധിയുടെ ഭാര്യ രേണുവും നിങ്ങളെല്ലാവരും കൂടി രേണുവിൻ്റെ കുറ്റവും കുറവും കിച്ചുവിൻ്റെ കുറ്റവും കുറവും നിരത്തുമ്പോൾ കിച്ചുവിൻ്റെ കുറ്റവും കുറവും ഇവിടെ ആരും നിരത്തിയില്ല കേട്ടോ. തള്ളി മറിക്കുക. ആ രണ്ട് കൂടപ്പിറപ്പുകളെയാണ് അകറ്റിയത്. അതായത് കിച്ചുവിനെ ഋതപ്പനെ അകറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണുമ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ആരകറ്റി? അവർ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഒരകറ്റലും ഇല്ല. അവർ തമ്മിൽ ഇപ്പോഴും ബോണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കുരിശായിട്ട് നിൽക്കുന്ന രേണുവും ഫാമിലി മാത്രം. അയ്യോ, അകറ്റിയത്. ആ കുഞ്ഞിന് കിച്ചുവിനെ ജീവന, ആ കുഞ്ഞിന് കിച്ചുവിനെ ജീവന, കിച്ചുവിന് തിരിച്ചു അങ്ങനെ.
അവന് ആകെ ഇപ്പോൾ ഒരു കൺസേൺ ഉള്ളത് ആ കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ അടുത്ത് മാത്രമാണ് കിച്ചുവിന് കൺസേൺ ഉള്ളത്. ഈ പറയുന്ന രേണുവിൻ്റെ അടുത്ത് ഒന്നിൻ്റെ അടുത്തല്ല. അതിനൊക്കെ ആരും മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കൂ. അയ്യോ ജീവന തിരിച്ചു ക്യാഷിന് വേണ്ടിയും സ്വയം ജയിക്കാൻ വേണ്ടിയും പലതും പറയുമ്പോൾ ആ കുഞ്ഞിനെ ആരും ഓർക്കുന്നില്ല. എല്ലാവരും ഓർക്കുന്നുണ്ട്. ആ കുഞ്ഞ് ഇവളടുത്ത് അടക്കം സേഫ് അല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കുന്നുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അധികമായിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഋതപ്പന് മൊബൈലും ഒക്കെ കൊടുത്തവളങ്ങ് വിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഋതപ്പൻ നല്ല ഹാപ്പിയാണ്, ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നത് കാണാം. പക്ഷെ ഇവളുടെ അടുത്ത് എത്തുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഇമോഷൻ പോലും ഇല്ല, വെറുതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ആ ബോണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുതപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് കളിക്കുന്നതല്ലാണ്ട് ഒരു തേങ്ങ ഇവള് ചെയ്യുന്നില്ല. പലതും പറയുമ്പോൾ ആ കുഞ്ഞിനെ ആരും ഓർക്കുന്നില്ല. അവൻ്റെ കൂടെ വീടാ, അവൻ്റെ കൂടെ അച്ഛനാ സുധി. ആ ബന്ധം രേണുവിനുണ്ട്. രേണുവിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എത്ര ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഇടപെടാറില്ല, അത് അവരുടെ ഇഷ്ടം. കിച്ചുവിനെ ഒരിക്കൽ കണ്ടിരുന്നു ഡിസംബർ 25 അവരുടെ വീട്ടിൽ വെച്ച്. അമ്മയും മോനും ഒരു പ്രോബ്ലം ഉള്ളതായി കണ്ടില്ല. ഋതപ്പൻ കിച്ചു ചേട്ടായി വരുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അതെല്ലാവരും കൂടെ ഇല്ലാതാക്കി. അല്ലാതെ രേണുവിനും കിച്ചുവിനും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ നാണമില്ല സ്ത്രീയാവുന്നു ഇവളെ മൂട് താങ്ങി ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും പ്രായമില്ല, ഫോട്ടോ കണ്ടിട്ട് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. എന്നിട്ടും ഒരു കുട്ടിക്ക്, ഒരു പയ്യന് അവൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമയെ പറ്റിയിട്ട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വീണ്ടും അവളെയൊക്കെ മൂടുന്നാങ്ങി അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ല സ്ത്രീ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കിച്ചു വാ തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അതുപോലെ തീർന്നതാണ് ഈ കേസ്. ഇനി കിടന്ന് ഉരുണ്ട് ഇവളെ എടുത്തിട്ട് വെളുപ്പിച്ച് പൊളിച്ച് അടുക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെയൊക്കെ പോലെയുള്ള കുറേ സ്ത്രീകൾ, നിങ്ങൾക്ക് കുടുംബവും ഗോത്രം ഉണ്ടോയെന്നുമില്ല എനിക്കറിയത്തില്ല. കാരണം മക്കളുള്ള ഒരമ്മയും ഇവളെ സപ്പോർട്ട് ചെയ്യത്തില്ല. മക്കളുള്ള ഒരമ്മയും മനസ്സിലായി ഇവളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഒരു കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വന്തം മക്കളാവട്ടെ ആരുടെയെങ്കിലും മക്കളാവട്ടെ, എന്തായാലും കുട്ടികളടുത്ത് ഏതെങ്കിലും മനുഷ്യന്മാർ ഇങ്ങനെ കാണിക്കൂടാ. ഏതെങ്കിലും മനുഷ്യന്മാർ, കൂടുതലൊന്നും പറയാനില്ല. ചിന്തിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂടിപ്പോകും. നമുക്കൊരു ലിമിറ്റുണ്ട്, അത് വിട്ടിട്ട് നമുക്ക് ചാടി കയറി ഇടിച്ച് നൂത്തിടാൻ പറ്റത്തില്ല. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.